കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്ന് സംസാരിക്കുവാൻ പോകുന്ന വിഷയം ലോകത്തിലുള്ള സകല മതസ്ഥരോടും എല്ലാ മതങ്ങളുടെയും മേലധ്യക്ഷന്മാരോടും മരിച്ചു മൺമറഞ്ഞ ഏതെല്ലാം അധ്യക്ഷന്മാരുണ്ടോ അവരോടെല്ലാവരോടും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളോടും ആണ് ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ ഹൃദയത്തിൽ വലിയൊരു വാഞ്ച ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയിരിക്കുക. കാരണം മനുഷ്യൻ നശിച്ചു പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മനുഷ്യൻ്റെ നാശത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ പ്രയോജനമില്ലാത്ത അനേക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ജാഗരൂകരായിരിക്കുകയും ചെയ്യും. അതിന്നൊന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ അനേക സ്ഥലത്ത് ന്യായവിധിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ന്യായവിധി, ദൈവം വിധിക്കുന്ന ന്യായവിധി. ആ ന്യായവിധി എന്താണെന്ന് ഇന്ന് വ്യക്തമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്ന് രണ്ട് ഭാഗങ്ങൾ വായിക്കാം. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17 മുതലൊന്ന് വായിച്ചു നോക്കാം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പോൾ ഇവിടെ ന്യായവിധി എന്നതോ എന്ന് അവിടെ എഴുതിയിട്ട് പറയുന്നു, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ വെളിച്ചത്തെ പകയ്ക്കുന്നു, ഇരുളിനെ സ്നേഹിക്കുന്നു. ശരിയായ ഒരു കാര്യം അവിടെ നമുക്ക് സംസാരിക്കുവാനുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തു വന്ന് പറഞ്ഞ സുവിശേഷം നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തികൾ പിന്നെ ഈ ലോകത്തിലെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട്